എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചൊരു നാടൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറിച്ചി എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ കുറിച്ചി ഇവിടെ വെട്ടിക്കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. ഇനി ഇതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചാണ്ടല്ലേ കുറിച്ചി കറി വെക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ഒരുപാട് തേങ്ങ അരച്ച കറിക്ക് ഒരുപാട് മല്ലിപ്പൊടി ചേർക്കാറില്ല. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അടുത്തായിട്ട് ഇതിനകത്തോട്ട് ഒരു 5-6 ചുവന്നുള്ളി, അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു മൺചട്ടി എടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ പാത്രം കഴുകിയും അതുപോലെ തന്നെ ആ മിക്സിയുടെ ഒരു ജാറ് നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം എത്രത്തോളം വേണോ ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി കൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 5-6 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുടംപുളിയും കൂടെ കഴുകി വൃത്തിയാക്കിയ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നല്ല തീയിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഗ്രേവി എല്ലാം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഈ മീനാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ്. അതുകൊണ്ട് നല്ല തിള വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് തവിയോട്ടിട്ട് ഇളക്കില്ലും അത് പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം മീനെല്ലാം ഇട്ടിട്ടുണ്ട്. മീനെല്ലാം ഇട്ട ഉടൻ തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഈ മീനെല്ലാം ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പറ്റി പാകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തവി ഇട്ട് ഇളക്കൽ ഒരു തുണി ഉപയോഗിച്ച് ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്യണം. ഇവിടെ ഇപ്പം നല്ലപോലെ ഉപ്പും പുളിയൊക്കെ നല്ല കറിക്ക് നല്ല പാകത്തിനുണ്ട്. തേങ്ങ അരച്ച് മീൻകറി വെക്കുമ്പോൾ അതിനകത്തിട്ട് ഏറെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കറിയാക്കുമ്പോൾ അതിൻ്റെ ഒരു തിള ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടിയുള്ള ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തുടർന്നും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിനെ തുടർന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.